ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസുകളാണ് തേങ്ങയും അരിപ്പൊടിയും. തേങ്ങയും അരിപ്പൊടിയും വെച്ച് നല്ല കിഡിലൻ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി നോക്കിയാലോ. അരിപ്പൊടിയും തേങ്ങയും കൊണ്ടുള്ള നമ്മുടെ ഈ കിഡിലൻ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ഒരു ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ സെയിം അളവിലാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചില അരിപ്പൊടികൾക്ക് വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും, അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 4-5 ഏലക്ക ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഏലക്കയുടെ തൊലി എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും അരിപ്പൊടിയല്ല, പകുതി അരിപ്പൊടിയും പകുതി മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയും മൈദയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ മിക്സ് അല്പം ചൂടാറി വന്നിട്ടുണ്ട്, എങ്കിലും ചെറിയ ഒരു ചൂടുണ്ട്. ഈ ചെറു ചൂടോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതിനുശേഷം ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു പാത്രത്തിൽ അരമുറി തേങ്ങ ചിരവിയത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഒരല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഡോ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. സാധാരണ നൈസ് പത്തിരി പരത്തുന്നതിനേക്കാളും അല്പം കൂടി കനം വേണം. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഡോ പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഷീറ്റ് മുഴുവനായിട്ടും നമ്മൾ ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് 1 ടീസ്പൂൺ അളവിലുള്ള നമ്മുടെ ഈ തേങ്ങ മിക്സ് വെച്ച് കൊടുക്കാം. കൂടുതലായിട്ട് മിക്സ് വെച്ച് കൊടുക്കരുത്, അപ്പോൾ പിന്നെ ക്ലോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫോർക്ക് വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാണാനും നല്ല ലുക്കായിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് സ്നാക്സ് വിട്ട് വരില്ല. അതിനു വേണ്ടിയാണ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. സ്നാക്സ് മുഴുവനായിട്ടും നമ്മൾ ഒരുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ സ്നാക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും തേങ്ങയും പഞ്ചസാരയും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്സ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സ് എല്ലാം അത്യാവശ്യം കളർ മാറി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൊണ്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.